നമ്മളിപ്പോൾ Bluefin Seafood റെസ്റ്റോറൻറ്റിലാണ്. പോണ്ടിച്ചേരിയിലാണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ അതായത് പോണ്ടിച്ചേരിയിലുള്ള ഏറ്റവും ബെസ്റ്റ് സീ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് പോണ്ടിച്ചേരി Bluefin റെസ്റ്റോറൻറ്റ് ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. ഫുൾ ഫിഷസിൻ്റെ പിക്ചേഴ്സും അതേപോലെ ബോട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഓരോ ലോപ്സ്റ്ററിൻ്റെ വലിപ്പം കണ്ടില്ലേ. ഹായ് ഫ്രണ്ട്സ്, ട്രാവലേഴ്സ് എഡ്ജിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് പോണ്ടിച്ചേരിയിലാണ്. അപ്പോൾ പോണ്ടിച്ചേരി സിറ്റി കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സമയം 2:45. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സീ ഫുഡ് എവിടെയാണോ കിട്ടുന്നത് അവിടെ ആ സ്ഥലം അന്വേഷിച്ചിട്ട് നടക്കുമായിരുന്നു. Bluefin എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഈ Bluefin റെസ്റ്റോറൻറ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ ഓരോ സീ ഫുഡും കുക്ക് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരും. നമുക്ക് വേണ്ടത് ഇപ്പം സ്ക്വിഡ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ലോബ്സ്റ്റർ, അതെല്ലാം കുക്ക് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരും. നമുക്ക് വേണ്ട രീതിയിൽ അവർ കുക്ക് ചെയ്ത് തരും. അവർക്ക് കുറച്ച് ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ നേരെ ഇനി Bluefin എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പം കയറി ചെല്ലുന്ന വഴിക്ക് ഇതേപോലെ സീ ഫുഡ് ഓരോ ഫിഷസിൻ്റെയൊക്കെ പിക്ചേഴ്സൊക്കെ ഇങ്ങനെ കാണാം. ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ലൈവ് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഇൻ പോണ്ടിച്ചേരി. അപ്പം ഇതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഏറ്റവും വലിയ പ്രത്യേകത. സോ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ റെസ്റ്റോറൻറ്റ് കാണുന്നത്. സോ ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ് ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. കാരണം ഓൾമോസ്റ്റ് ഒരു 30-40 പീപ്പിൾസിനെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത്, ഒരു ആംബിയൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഈ ഒരു രീതിയിലാണ്. ഈ സൈഡിൽ കുറേ ഫ്രെയിംസും അതേപോലെ തന്നെ ഫിഷസിൻ്റെ പിക്ചേഴ്സ് എല്ലാം ഉണ്ട്. ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോട്ടും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് വേണ്ട ഫിഷ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ലോബ്സ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ ലോബ്സ്റ്റർ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഞങ്ങൾ ഓൾറെഡി 2 ലോബ്സ്റ്റർ ചൂസ് ചെയ്തു. ഇപ്പോൾ ബാക്കി ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതേപോലെ ഓയിസ്റ്റർ ഉണ്ട്, ക്രാബ് ഉണ്ട്, പിന്നെ പലതരം ഫിഷ് ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. ഈ കാണുന്നതാണ് സ്ക്വിഡിൻ്റെ പെപ്പർ ഫ്രൈ ആണ് ഇവിടുത്തെ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ വേറെ ബിരിയാണിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഓയിസ്റ്റർ, ലോബ്സ്റ്റർ എല്ലാ സാധനവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ, ഒന്നും പറയാനില്ല, നല്ല സ്പൈസി ആയിട്ട് അടിപൊളിയായിട്ടുള്ള സാധനം. ഇനിയിപ്പോൾ നമ്മൾ അവരുടെ കിച്ചണിലേക്ക് പോയിട്ട് കിച്ചണിൽ അവർ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ലൈവായിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഇതിനെ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. നോർമൽ ഓയിലും പോടുക. ഓക്കെ, 2 മിനിറ്റ് കൊണ്ട് അവരത് ഫ്രൈ ആയി കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവരെന്തോ അതിന് മസാലയെല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിക്കുള്ള ഓയിസ്റ്ററിന് വേണ്ടിയിട്ട് ഇപ്പം ഇവിടെ ഓൾറെഡി പ്രോൺസിൻ്റെത് ലോബ്സ്റ്ററിൻ്റെ ഇവിടെ ഓൾറെഡി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ പാരലായിട്ട് തന്നെ അവർ നമുക്കുള്ള ഓയിസ്റ്ററിൻ്റെ മസാല ചേർത്തുകൊണ്ടിരിക്കുകയാണ്. മസാല തന്നെ ക്രീം സോസാണ്, മസാലയില്ല, ക്രീം സോസ്. അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് അവർ യൂസ് ചെയ്യുന്നത്. നോക്കിയത് മസാല ഇങ്ങനെ മുരിഞ്ഞിങ്ങനെ വന്നത് ക്ലിയറായിട്ട് കാണാം.
ആയിട്ട് നമുക്കിത് ക്രീം സോസും കൂടെ കുക്കായി വരുന്നുണ്ട്. പേര് നിരഞ്ജൻ. ഓക്കെ, പോണ്ടിച്ചേരിയാണ് ആസാം. ഓക്കെ, നമ്മുടെ ഷെഫ് ആസാം എന്നാണ്, നിരഞ്ജൻ എന്നാണ് പേര്. സോ ഇത് പോണ്ടിച്ചേരി ലോക്കൽ ടൈപ്പ് ഫുഡ് തന്നെ. ഓക്കെ, അടിപൊളിയായിട്ട് ട്രൈ ചെയ്ത് വരുന്നുണ്ട്. അപ്പം നമ്മുടെ മുമ്പിൽ ഇത് 2 ഐറ്റംസ് വന്നിരിക്കുകയാണ്. ഒന്ന് ഓയിസ്റ്ററും വന്നു, അതേപോലെ തന്നെ വലിയ ലോബ്സ്റ്ററും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നോരോന്നിൻ്റെ ടേസ്റ്റ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഓയിസ്റ്റർ കഴിക്കുന്നത്. അപ്പം ഇതാ ഇങ്ങനെയാണ് ഓയിസ്റ്റർ ഉള്ളത്. അപ്പോൾ ഇത് ചീസ് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ഈ ചീസ് ആഡ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു റോ സ്മെല്ല് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചീസ് ആഡ് ചെയ്ത് നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. ഇനി എന്തായാലും നോക്കട്ടെ. സംഭവം അടിപൊളിയാണ്. ഇത് റോ ഓയിസ്റ്ററാണിത്. അപ്പോൾ അതിന് മുകളിൽ ചീസ് ഇട്ടുന്നുള്ള വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ബട്ട് എന്തായാലും കൊള്ളാം, അടിപൊളിയുണ്ട്. കാരണം ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് എന്തായാലും. ഇനി നമുക്ക് ലോബ്സ്റ്റർ നോക്കാം. കാരണം ഇത്രയും വലിയ ലോബ്സ്റ്റർ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. സെൻറ്ററിൽ ഏറ്റവും വലിയ പീസ് തന്നെ നോക്കാം. പക്ഷേ ആദ്യം കുറച്ച് നാരങ്ങയൊക്കെ ഇട്ടേക്കാം, അതിൻ്റെ ഒരു അലങ്കാരം അങ്ങനെയാണല്ലോ. നല്ല ചൂടുണ്ട്. ഇതൊരു മസാലേൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയാനുണ്ട്. കൊള്ളാം കേട്ടോ. എന്തായാലും ഒരു 5 മിനിറ്റ് ഇത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോയിലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം ഇതിൻ്റെ ഒരു ലോബ്സ്റ്ററിൻ്റെ ഒരു ടേസ്റ്റിനെക്കാട്ടും കൂടുതൽ വരുന്ന ഇവരൊരു മസാലേൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് നന്നായിട്ട് അറിയുന്നത്. ഇപ്പം നമ്മളതിൽ 4 ലോബ്സ്റ്റേഴ്സാണ് ഉള്ളത്. അപ്പം ഓരോ ലോബ്സ്റ്ററിൻ്റെ വലിപ്പം കണ്ടില്ലേ, ഇതേപോലെ തന്നെ എല്ലാം അത്യാവശ്യം അടുപ്പിക്കും, എല്ലാം അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെയാണ്. അപ്പം ചെറുതായിട്ട് ഓയിൽ ലീക്ക് ആവുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പം ഇതിൻ്റെ ഒരു റേറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോബ്സ്റ്റർ അതേപടി നമ്മൾ വെയിങ് മെഷീനിൽ വെച്ചിട്ട് അവർ എത്രയാണോ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് അതിനുമായിട്ട് പെർ ഗ്രാമിന് 3 rupees അവർ ചാർജ് ചെയ്യുന്നത്. അപ്പം ഇതിപ്പം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 300 അല്ല, ഇത് ഓൾമോസ്റ്റ് ഒരു 100 സംതിങ് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു പീസിന് അപ്രോക്സിമേറ്റ് 300+ ആണ് വരുന്നത് റേറ്റ്. അപ്പം ആ ഒരു റേറ്റിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇവർ രണ്ടുപേരും കൂടെ ട്രൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കൂടെ എന്നെ കൂടെ എഴുതേക്കാം. എങ്ങനെയുണ്ട് സാധനം? എന്താ, ഹൗ ഡു യു ഫീൽ ഇറ്റ്? എന്താ ഇഷ്ടപ്പെട്ടില്ല? യു ഡിഡ് ലൈക്ക് ഇറ്റ് ഓർ യു ഡിഡ് ലൈക്ക് ഇറ്റ്? ഓക്കെ, നിനക്ക് എന്താ തോന്നുന്നത്? എന്താ ടേസ്റ്റ്? അടിപൊളിയായിട്ടല്ലേ? ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്ത് കഴിക്കുകയാണോ? ഇത് ഓറഞ്ച് പ്ലസ് ലെമൺ 2 ഫ്ലേവറിലുള്ള ഗോലി സോഡയാണ്. ഇതും ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് ട്രൈ ചെയ്യുന്നത്.